പേൾ ക്രീം ആണ് സാരിയുടെ കളർ വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക്. നല്ല പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആണ്. ഒരു മൾട്ടി കളറിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നത്. ബോട്ടിൽ ഗ്രീൻ, മെറൂൺ ആ ഒരു കോമ്പിനേഷനിലാണ് ഫുൾ ബോഡിയിലും മോട്ടീവ്സ് വരുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. മുകൾ ഭാഗം വരുമ്പം പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവർ പോർഷനിലായിരിക്കും കംപ്ലീറ്റ് നമ്മളൊരു ലേസി ബീഡ്സ് എല്ലാം എടുത്ത് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിലും ചെറിയ ബീഡ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. അതുകൂടാതെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ആ എംബ്രോയിഡറി വർക്കിന്റെ തന്നെ മിനിയേച്ചർ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരിക. ഈ ഒരു പാറ്റേണിലാണ് ബോഡി വരുന്നത്. ബോർഡർ വരുമ്പം ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഒരു റസ്റ്റിക് ഓറഞ്ച്, മെറൂൺ, ബോട്ടിൽ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ സർക്കുലർ മോട്ടീവ്സ് വന്നിട്ട് അതേ പേൾ ക്രീമിൽ തന്നെയായിരിക്കും ആ ഒരു ഈ ഒരു പാറ്റേൺ, ഒരു വെബ് ഡിസൈനിന്റെ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ബോഡിയിൽ. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത്. പല്ലു സെയിം സ്റ്റൈൽ തന്നെ. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും. പേൾ ക്രീമിന്റെ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. സെയിം ഫാബ്രിക് ആൻഡ് സെയിം കളർ പാലറ്റ് തന്നെയാണ് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതും നല്ല പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈനിൽ തന്നെയായിരിക്കും വരുന്നത്. ഒരു പീച്ച്, പിങ്ക്, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ബോഡിയിൽ വരുമ്പം ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. ബോഡിയിൽ ഒരു സ്മോൾ മോട്ടീവ്സ് എൻ്റയർ സാരിയിലും വരുന്നുണ്ട്. ലോവർ ഏരിയ വരുമ്പം ഈ ഒരു പാറ്റേണിലുള്ള ബോർഡർ, മുന്താണി വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. സോഫ്റ്റ് ചന്തേരിയാണ്. ഫുൾ ബോഡിയിലും നല്ല പാറ്റേണിൽ ത്രെഡ് വർക്കാണ് വരുന്നത്. ജാംദാനി സ്റ്റൈലുള്ള ത്രെഡ് വുവൺ സ്റ്റൈലിലായിരിക്കും ബോർഡറും ബോഡി ആൻഡ് പല്ലു വരുന്നത്. ബോർഡറിൽ വരുമ്പം ഒരു ജാൽ പാറ്റേണിലാണ്, ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. അതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു വയലറ്റ്, ഗ്രീൻ, ഒരു റാണി പിങ്ക് ആൻഡ് മസ്റ്റേർഡ് യെല്ലോ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു വർക്ക് വരുന്നത്. അതിന്റെ തന്നെ മോട്ടീവ്സ് ആയിരിക്കും വുവൺ സ്റ്റൈലിൽ ഫുൾ ബോഡിയിലും വരുന്നുണ്ട്. പല്ലു നല്ലൊരു പീകോക്ക് മോട്ടീവ്സിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഒരു മാംഗോ യെല്ലോ, പിങ്ക് ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ഫുൾ ത്രെഡ് വീവിലാണ് വരുന്നത്. ഒരു വർക്കിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാരിയാണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ്. ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. ആ ഒരു ടോണിൽ തന്നെ വരുന്ന ബോട്ടിൽ ഗ്രീൻ ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. അതിൽ നല്ല ബോർഡറും വരുന്നുണ്ട്. സ്ലീവിൽ വരുമ്പോൾ നല്ലൊരു ബോർഡർ ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ആ ഒരു ബോഡിയിൽ സാരിയിൽ വരുന്ന അതേ ബോർഡർ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. അടുത്ത കളർ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരി വരുന്നത്. ഇതിൽ മൾട്ടി കളർ ജാംദാനി വുവൺ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ബോർഡർ എല്ലാം അതേ സ്റ്റൈലിൽ തന്നെ വരും. നല്ല പാറ്റേണിലുള്ള ബോർഡർ, ബോഡിയിൽ കംപ്ലീറ്റ് ഒരു വുവൺ ഡിസൈൻസ് വന്നിട്ട് പീകോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും. ഒരു ജാംദാനി പല്ലു വിത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഈ ഒരു കോമ്പിനേഷനിലാണ്, നല്ല കോമ്പിനേഷനാണ് എല്ലാ സാരീസിലും ബ്ലൗസും സാരിയും വരുന്നത്. നെക്സ്റ്റ് കളർ വീണ്ടും സോഫ്റ്റ് കളറാണ്. സാരിയുടെ കളർ വരുന്നത് ഒരു ലൈറ്റ് ചിക്കു ആണ്. ഒരു ബേജും ചിക്കും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് സാരി വരുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതേ ടോൺ തന്നെ കേട്ടോ ബോട്ടിൽ ഗ്രീൻ ബ്ലൗസ് തന്നെ വരുന്നത്. ബോട്ടിൽ ഗ്രീൻ ആണ് കൂടുതൽ പ്രോമിനൻസി ആ ഒരു ജാംദാനി വർക്കിൽ. ഇപ്പോൾ പീകോക്ക് മോട്ടീവ്സ് എല്ലാം വരുന്നത് ബോട്ടിൽ ഗ്രീനിലാണ്. ആ ലീഫ് പാറ്റേണും വരുന്നത് ഗ്രീനിലായിരിക്കും. കൂടാതെ സ്റ്റെം വരുന്നത് ആ ഒരു ജാൽ ഡിസൈൻസ് വരുന്നത് ഡാർക്ക് പിങ്ക് ആൻഡ് മസ്റ്റേർഡ് യെല്ലോ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡി കംപ്ലീറ്റ് വരിക. സെയിം സ്റ്റൈൽ പല്ലു, ബ്ലൗസ് വിത്ത് ബോഡി ഗ്രീനിൽ സെയിം അതേ ബോർഡർ ആയിരിക്കും. ഒരു ചിക്കു ടോണിലുള്ള ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ഗ്രേ ആണ്. സാരിയുടെ ബേസ് വരുന്ന ഗ്രേ ആണ്. ഇതിൽ മൾട്ടി കളർ നല്ലൊരു സൺസെറ്റ്, ഒരു ബേൺ ഓറഞ്ച്, സൺസെറ്റ് ഓറഞ്ചും നേവി ബ്ലൂ ആൻഡ് മസ്റ്റേർഡ് യെല്ലോ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ കംപ്ലീറ്റ്, ബോട്ടിൽ ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു വർക്ക് വരുന്നത്. പല്ലു സെയിം സ്റ്റൈൽ. ഇതിൽ ആ ഒരു സൺസെറ്റ് ഓറഞ്ചിലായിരിക്കും പീകോക്ക് മോട്ടീവ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൺസെറ്റ് ഓറഞ്ചിലാണ് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഒരു ബേൺ ഓറഞ്ച് ആണ് സാരിയുടെ ആ ഒരു ഷെയ്ഡ് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ടും നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്ന വർക്ക് വെയർ സാരീസ് ആയിരുന്നു. ഇത് ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ നല്ലൊരു പേസ്റ്റൽ യെല്ലോ, സഫയർ ഗ്രീൻ ഇതാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ജാംദാനി വുവൺ പാറ്റേൺസ് എല്ലാം സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും. ബോഡിയിലും ബോർഡറിലും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലും മുന്താണിയിലുമാണ് ജാംദാനി വുവൺ സ്റ്റൈലിലുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും ഫിഗർ മോട്ടീവ്സിലും ആയിരിക്കും പല്ലു വരുന്നത്. ബ്ലൗസ്